ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നാളെ ജീവൻ മരണ പോരാട്ടത്തിന് വേണ്ടിയാണ് ബ്രസീൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. എതിരാളികൾ ജപ്പാനാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 10:30 ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ൽ നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ മത്സരത്തിലെ അതേ സ്റ്റാർട്ടിംഗ് 11 തന്നെ കാർലോ ആഞ്ചലോട്ടി നിലനിർത്തും എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ബ്രസീലിയൻ ഇതിഹാസമായ ദുങ്ക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതായത് ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തണം എന്നാണ് ദുങ്ക ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, മുൻപ് ബ്രസീലിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. ബ്രസീലിനെ ഇദ്ദേഹം പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ദുങ്കയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ കൂടുതലായിട്ട് കളിപ്പിക്കണം. അപ്പോൾ ടീം കൂടുതൽ മികച്ച പ്രകടനം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. വ്യത്യാസം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു താരമാണ് നെയ്മർ ജൂനിയർ. മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ കപ്പാസിറ്റിയുള്ള താരമാണ് അദ്ദേഹം. നല്ല മുന്നേറ്റങ്ങൾ നടത്തി, നല്ല ഡ്രിബിൾ നടത്തി, മത്സരത്തിന്റെ താളം തന്നെ അഥവാ റിതം തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള താരമാണ് നെയ്മർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂടുതലായി ഉപയോഗപ്പെടുത്തണം. ഇതാണ് ദുങ്ക പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നെയ്മർ ജൂനിയറെ മുഴുവൻ സമയവും കളിപ്പിച്ചുകൊണ്ടുള്ള ഒരു റിസ്ക് എടുക്കാൻ ആഞ്ചലോട്ടി തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. കാരണം ഒരുപാട് കാലമായി നെയ്മർ ജൂനിയർ പരിക്കിന്റെ പിടിയിലായിരുന്നു. ഇത്രയും പ്രധാനപ്പെട്ട, ഇത്രയും ഇൻറ്റൻസീവായ ഒരു മത്സരത്തിൽ നെയ്മർ ജൂനിയറെ മുഴുവൻ സമയവും കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളതൊക്കെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നെയ്മർ കളിക്കളത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് അത് വേറെ ഒന്ന് തന്നെയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.